ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ബിരിയാണിക്കൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പിന്നെ വയ്ക്കുമ്പോൾ നമ്മൾ ഇതുമാതിരി തന്നെ വയ്ക്കുള്ളൂ. നമുക്ക് ചോറിനായാലും ഇത് കൂട്ടാം, ബിരിയാണിക്ക് മാത്രമല്ല, നമ്മൾ കൂടുതലും ചോറിനായാലും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇവിടെ വയ്ക്കാറ്. അങ്ങനത്തെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. ആദ്യം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇത്തിരി ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഗരം മസാലയുടെ പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം ഒരു 5-10 മിനിറ്റൊക്കെ നല്ലോണം നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ടു 1 മണിക്കൂർ അത്രയൊക്കെ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും. അടുത്തത് ചിക്കൻ വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഗ്യാസിൽ ചീഞ്ചട്ടി വെച്ചിട്ട് ഞാൻ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓയിലിൽ ചിക്കൻ നമ്മൾ വറുത്തെടുക്കുകയാണ്. എല്ലാവരും മെയിനായിട്ടും ചിക്കൻ കറിക്ക് ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൽ കുഞ്ഞു കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ കറി കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ചിക്കൻ വറുക്കാൻ വെച്ചിട്ടാണ് ഞാൻ അതിലേക്ക് മസാലയ്ക്കുള്ള സബോളയും തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരിയണത് കേട്ടോ. ഇതൊക്കെ അരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. 3 ട്രിപ്പായിട്ടാണ് ചിക്കൻ വറുത്തെടുത്തത്. സബോള അരിഞ്ഞ് കഴിഞ്ഞു. പിന്നെ അടുത്തത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റാണ് വേണ്ടത്. ഓരോ ട്രിപ്പ് ചിക്കൻ വറുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാൻ സബോളയും ഇഞ്ചി പച്ചമുളക് പേസ്റ്റും തക്കാളിയും അരിഞ്ഞ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. അടുത്തത് നമുക്ക് ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ചീഞ്ചട്ടിയാണ് വേണ്ടത്. അപ്പോൾ ചീഞ്ചട്ടി ഞാനെടുത്ത് ഗ്യാസിൽ വെച്ചു ചൂടാക്കാനായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ വറുത്തതിൻ്റെ ബാക്കി ഓയിലാണ് ഞാൻ എടുത്തത്. ഓയിലിലേക്ക് നമുക്ക് സബോളയും ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വാടി കിട്ടും സബോള. ഉപ്പിട്ട് കൊടുത്തതിൻ്റെ പിന്നാലെ അരച്ച് വെച്ച നേരത്തെ പേസ്റ്റ് ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഫ്രൈ ആയതിന് ശേഷമാണ് തക്കാളി ഇടേണ്ടത്. എൻ്റെ ഫ്രൈ ഇത്തിരി കുറഞ്ഞു പോയോന്ന് എനിക്ക് സംശയമുണ്ട്. കുറച്ചും കൂടി ബ്രൗണിഷ് കളറായി കഴിഞ്ഞാൽ നന്നായിരിക്കും. അങ്ങനെ തക്കാളി ഇട്ടിട്ട് ഇത്തിരി നേരം മൂടി വെച്ചാൽ വേഗം വെന്ത് കിട്ടും തക്കാളി. ഞാൻ ആദ്യമൊക്കെ വെക്കുമ്പോൾ ഇതന്നെയായിരുന്നു ഇൻഗ്രീഡിയൻസ്, പക്ഷേ ഇത്രയ്ക്ക് ഫ്രൈ ആവാൻ ഓർന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തിരി ടേസ്റ്റ് കുറവായിരുന്നു കറികൾക്കൊക്കെ. കല്യാണത്തിന് ശേഷം ഇവിടെ വെക്കണത് കണ്ടപ്പോഴാണ് ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് മനസ്സിലായത്. തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയാണ് ഇട്ടത്. ഇവിടെ തീരെ എരിവ് പറ്റില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടിയും 2 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. നല്ലോണം ഇളക്കി കൊടുക്കണം. അടി പിടിക്കാത്തതുപോലെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ബിരിയാണിക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഇങ്ങനെ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും നമ്മളെപ്പോലെയുള്ള വലിയവർക്കായാലും ഒരേപോലെ ഇഷ്ടവും. പൊടികളുടെ പച്ചമുളകൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് നല്ലോണം. അപ്പം നമുക്ക് അടുത്തതായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് കുറച്ച് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ബിരിയാണിക്കാണെങ്കിൽ ഈ ഒരു പാകം ഓക്കെയാണ്. നമ്മൾ ചോറിനായ കാരണം കുറച്ചും കൂടിയും ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് പാകം നോക്കണം. എന്നിട്ട് ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ടിട്ട് വെള്ളം നല്ലോണം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനധികം വെള്ളം വറ്റിച്ചിട്ടുണ്ടായില്ല. ഞങ്ങൾ ചോറിനാണ് ചിക്കൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വെള്ളം വറ്റിച്ചില്ല. അപ്പോൾ ഒന്ന് ലാസ്റ്റായിട്ട് നമ്മൾ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും.